നമസ്കാരം. ക്ഷേമ പെൻഷനുകൾ ഇനി മുതൽ മുടങ്ങാതെ നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ വലിയ വായിൽ പ്രഖ്യാപിക്കുന്നത് കേട്ടു. ഇതിനു മുമ്പുള്ള സർക്കാരുകൾക്കും ക്ഷേമ പെൻഷനുകൾ ഒരു പ്രചരണ മാർഗമായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. കേൾക്കുമ്പോൾ വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണെന്ന് തോന്നും. പക്ഷെ ഇതിന്റെ പിന്നിലെ ക്രൂരമായ ചില ഇരട്ടത്താപ്പുകളും യാഥാർത്ഥ്യവും ആലോചിക്കുമ്പോഴാണ് ഭരണാധികാരികളുടെ വഞ്ചന മനസ്സിലാകുന്നത്. ജീവിക്കാൻ മറ്റ് യാതൊരു മാർഗവുമില്ലാത്ത, രോഗവും വാർദ്ധക്യവും കൊണ്ട് തളർന്ന പാവപ്പെട്ട മനുഷ്യർക്ക് നൽകുന്ന തുച്ഛമായ ക്ഷേമ പെൻഷൻ മാസങ്ങളോളം മുടക്കി വെച്ചിട്ടാണ് അത്തരം പെൻഷനുകൾ മാസങ്ങളോളം മുടക്കി വെച്ചിട്ടാണ് ഈ ഡയലോഗുകളൊക്കെ അടിക്കുന്നതും ഇപ്പോൾ അതൊരു വലിയ ദാനമെന്നോണം തരുമെന്ന് പ്രഖ്യാപിക്കുന്നതും ഒക്കെ ഒന്ന് ഓർക്കണം. കടയിൽ നിന്ന് 1 കിലോ അരിയോ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താനുള്ള മരുന്നോ വാങ്ങാൻ ഈ ദാനപ്പണം മാത്രം ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പാവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മരുന്ന് വാങ്ങാൻ പണമില്ലാതെ രോഗം സഹിച്ചു കിടക്കുന്ന വൃദ്ധരും അടുത്ത മാസത്തെ പെൻഷൻ എപ്പോഴെങ്കിലും വരുമെന്ന് കാത്ത് റേഷൻ കടയുടെ പടിവാതിക്കൽ നോക്കിയിരിക്കുന്ന പട്ടിണി പാവങ്ങളുമുണ്ട്. ഇവർക്ക് കൊടുക്കേണ്ട തുക ഖജനാവിൽ പണമില്ല എന്ന പേരിൽ മാസങ്ങളോളം പൂഴ്ത്തിവെക്കുന്നു. എന്നാൽ ഇതേ ഖജനാവിൽ നിന്ന് സർക്കാർ ജോലിക്കാർ എന്ന ലേബലിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും പ്രതിമാസം ശമ്പളം വാങ്ങി സർവ്വ സുഖങ്ങളോടെയും ജീവിച്ച ഒരു വിഭാഗത്തിന് അവർ വിരമിച്ച ശേഷവും പെൻഷൻ എന്ന് പറഞ്ഞ് ഭീമമായ തുകകൾ ഒട്ടും മുടങ്ങാതെ കൃത്യമായി ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തൊരു നീതികേടാണ് എന്നാണ് ചോദിക്കാറുള്ളത്. ഒരു വശത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവന്റെ പെൻഷൻ മുടങ്ങുമ്പോൾ മറുവശത്ത് ലക്ഷങ്ങൾ പെൻഷൻ വാങ്ങുന്ന വിരമിച്ച ഉദ്യോഗസ്ഥര് ആ പണം കൊണ്ട് വിദേശയാത്രകൾ നടത്തുന്നു, ആഡംബര വീടുകൾ പണിയുന്നു, സുഖലോലുപരായി ജീവിക്കുന്നു. അങ്ങനെ പണിയെടുത്ത കാലത്ത് അവർക്ക് അതിനുള്ള ശമ്പളം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ DA മറ്റത് മറിച്ചത് കൂലിക്ക് പുറമെ ധാരാളം പണം അവർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ നാട്ടിലെ സാധാരണക്കാരൻ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. ജോലി ചെയ്യുന്ന കാലത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചവർ വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അവർക്ക് വീണ്ടും പൊതുജനത്തിന്റെ പണം ശമ്പളം പോലെ കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ഈ പട്ടിണി പാവങ്ങൾ നയിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് കൊടുക്കുന്ന നികുതി പണം ആ ലക്ഷങ്ങൾ സമ്പാദിച്ച് മണിമാളികൾ കെട്ടിപ്പൊക്കി അവന് വീണ്ടും ഉപജീവനാവശ്യം പറഞ്ഞു കൊടുക്കുകയാണ്. അവനും ഇവനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അവൻ സമ്പാദിച്ചു കൂട്ടി, ഇവൻ ഒന്നുമായി കിടക്കുന്നില്ല. ഇവനെ അല്ലേ പരിഗണിക്കേണ്ടത്? വിരമിച്ചു കഴിഞ്ഞാൽ അവരും ഈ നാട്ടിലെ മറ്റേതൊരു സാധാരണക്കാരനെ പോലെ തന്നെയല്ലേ? അവർക്ക് മാത്രം വായുവും വെള്ളവും വാങ്ങാൻ വേറെ പണം വേണമെന്നുണ്ടോ? ഈ നാട്ടില് വെയിലും മഴയും ഏറ്റ് പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരനും കർഷകനും ഓട്ടത്തൊഴിലാളിയും ഒക്കെ വിരമിക്കാനൊന്നും അവർക്ക് പ്രായമൊന്നുമില്ല. അവർക്ക് കിട്ടാത്ത എന്ത് പ്രത്യേകതയാണ് ഈ വലിയ ശമ്പളം വാങ്ങി പിരിഞ്ഞവർക്കുള്ളത്? പെൻഷൻ എന്നത് ഒരു സാധാരണ ജീവിതം, നമുക്കറിയാലോ സമൂഹത്തിൽ അല്ലലില്ലാതെ കഴിഞ്ഞു പോകാനുള്ള ഒരു സാധാരണ ജീവിതം, അത് നയിക്കാൻ എല്ലാവരെയും സഹായിക്കുന്നതാവണ്ടേ. അല്ലാതെ പണക്കാരന് കൂടുതൽ പെൻഷൻ, പാവപ്പെട്ടവൻ വീണ്ടും പ്ലാവിലെ വല്ലപ്പോഴും കുടിച്ചാൽ മതി എന്നത് ആ ഒരു സിസ്റ്റം ശരിയാണോ? ആ സിസ്റ്റം നമുക്ക് ഉടച്ചൊന്ന് വാർക്കണ്ടേ? അതേക്കുറിച്ച് നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കണ്ടേ? ഇത് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടില്ലേ? ഈ അത്താഴ പ്രശ്നക്കാരൻ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഈ പണക്കാരനെ ഇങ്ങനെ ഊട്ടി വിടുന്നത് എന്നത് നാണക്കേടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലും വലിയ തമാശ ജനപ്രതിനിധികളുടെയും അവരുടെ സിംഗിടികളായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫുകളുടെയും കാര്യമാണ്. ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചുവരും. അവരുടെ കൂടെ കൂടി 2-3 കൊല്ലം ഫയൽ ചുമന്നവരും ഒക്കെ ജീവിതകാലം മുഴുവൻ വലിയ തുക പെൻഷൻ വാങ്ങുന്നുണ്ട്. അവർക്കൊന്നും ഒരു കാരണവശാലും ഈ പെൻഷൻ മുടങ്ങുന്നില്ല. ഖജനാവ് കാലിയാണ് എന്ന വാദം പാവപ്പെട്ടവന്റെ തുച്ഛമായ ക്ഷേമ പെൻഷൻ വരുമ്പോൾ മാത്രമാണ് ഭരണാധികാരികൾക്ക് ഓർമ്മ വരുന്നത്. അതിനി ആര് തന്നെ ആയിരുന്നാലും. കോടികൾ വില വരുന്ന വണ്ടികളിൽ കറങ്ങി നടക്കുന്നവർക്കും എയർ കണ്ടീഷൻ മുറികളിലിരുന്ന് ഭരിക്കുന്നവർക്കും മരുന്ന് വാങ്ങാൻ പണമില്ലാത്തതിന്റെ വേദന ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പാവങ്ങൾക്ക് ജീവനോപാധി നൽകുന്നു എന്ന പേരിൽ ക്ഷേമ പെൻഷനെ ഒരു വലിയ കാരുണ്യമാക്കി ലോകത്തിന് മുന്നിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുകയും അതേസമയം വലിയൊരു വിഭാഗത്തിന് ഖജനാവിലെ പണം അടിച്ചു മാറ്റി സുഖിച്ച് ജീവിക്കാനുള്ള നിയമപരമായിട്ടുള്ള ഒരു മാർഗമായി പെൻഷൻ സംവിധാനത്തെ നിലനിർത്തുകയും ചെയ്യുന്നത് പച്ചയായ തട്ടിപ്പാണ്, വഞ്ചനയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രം പെൻഷൻ ഒരുക്കുന്ന, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം പെൻഷൻ വസന്തം ഒരുക്കുന്ന ഈ വ്യവസ്ഥിതി തിരുത്തപ്പെടുക തന്നെ വേണം. പെൻഷൻ എന്നത് പാവപ്പെട്ടവന്റെ അതിജീവനത്തിലുള്ള അവകാശമായിരിക്കണം. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ പെൻഷൻ കിട്ടണം. കാര്യം എല്ലാവർക്കും ഒരുപോലെ ജീവിക്കണം. അവന്റെ വായു, അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ ചികിത്സ എല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ്. അതല്ലാതെ പണക്കാരന് കൂടുതൽ, പാവപ്പെട്ടവന്റെ കുറവ് അങ്ങനെ ഉണ്ടോ? അങ്ങനെ വേർതിരിച്ചു വെക്കണോ? വോട്ടിനെല്ലാം ഒരു വിലയാണല്ലോ. എല്ലാവരും ഒരുപോലെ വോട്ട് ചെയ്തല്ലേ ഈ ഭരണാധികാരികളെ വിജയിപ്പിച്ച് അങ്ങോട്ട് ഇരുത്തിയിട്ടുള്ളത്. അല്ലാതെ പണം അപ്പടെ അടിച്ചു മാറ്റി വലിയവർക്ക് സൂഹിക്കാനുള്ള താവളം ഒരുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ആണോ? അങ്ങനെയാണോ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയായിരിക്കാം. ഇവിടെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമായിരിക്കണം. സർക്കാർ ജോലിക്കാർക്കുള്ള പെൻഷൻ സംവിധാനം തന്നെ ഒഴിവാക്കി എടുത്ത് കളയണം അത്. കാരണം അവർ സർവീസിൽ കയറുന്നതിന് മുമ്പ് അവർക്ക് പെൻഷൻ ഇല്ല. സർവീസിൽ കയറുന്നതിന് മുമ്പ് അവർ മര്യാദയ്ക്ക് അവർ ജീവിക്കുന്നുണ്ട്. ഇനി സർവീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ജീവിക്കും. അപ്പോൾ സർവീസിൽ കയറുന്ന സമയത്ത് സർവീസ് ഇറങ്ങുന്നത് വരെ അതിന് മാന്യമായ കൂലി
മറ്റാർക്കും കിട്ടാത്ത കംഫർട്ട് സോണിലുള്ള കൂലി അവർക്ക് കിട്ടുന്നുണ്ട്. വിരമിച്ചു കഴിഞ്ഞ ശേഷം സാധാരണ പൗരന് കിട്ടുന്ന ഒരു ആനുകൂല്യം മതി അവനെ. അതായത് ഇവിടെ ഈ പണം, നമ്മുടെ ഖജനാവിലേക്ക് എത്തുന്ന പണം അശാസ്ത്രീയമായിട്ടാണ് വിതരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നിനും തികയാത്തത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്തിന്റെ ആവശ്യത്തിനാണ്? അത് അനാവശ്യമാണ്, പച്ച അനാവശ്യമാണ്, അസംബന്ധമാണ്, ഒരു ഭൂലോക തെമ്മാടിത്തരമാണ് അങ്ങനെ ഒരു പെൻഷൻ കൊടുക്കുന്നത് എന്ന്. ഇത് ഉറക്കെ പറയാൻ നമുക്ക് മടിയൊന്നുമില്ല. ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്. Different angles. Don't forget to subscribe and support this channel.